കരുണാസമ്പന്നനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. പല കാര്യങ്ങളിൽ നാം ദൈവത്തിൽ ആശ്രയിക്കാറുണ്ട്. പലത് നാം ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാറുണ്ട്. പലതും നമുക്ക് ലഭിക്കുമ്പോൾ ഇത് ദൈവത്തിങ്കിൽ നിന്ന് ആണോ എന്ന് നാം പലപ്പോഴും സംശയിക്കാറും ഉണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ നടത്തിപ്പും നിയന്ത്രണവും കർത്താവിന് ആകേണ്ടിയിരിക്കുന്നു. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ച് കൊള്ളുവീൻ. ഇവിടെ ഞാൻ അല്പസമയം സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്, ക്രൈസ്റ്റ് ഷുഡ് ബി ദ മാസ്റ്റർ ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനൻ യേശു ആയിരിക്കണം. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ നടത്തിപ്പ് അല്ലെങ്കിൽ നിയന്ത്രണം യേശുവിന് വിട്ടുകൊടുക്കുന്നവരായി നാം ജീവിക്കണം. 6-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം നാം വായിക്കുമ്പോൾ, ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരുവാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. നമ്മുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുക. നമ്മൾ ഇനി പാപത്തിന് സമർപ്പിക്കരുത്. നമ്മളെ തന്നെ മരിപ്പിച്ചിട്ട് ജീവിക്കുന്നവരായും നമ്മളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. പലപ്പോഴും ലോകപ്രകാരം പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും പലതരത്തിലുള്ള പ്രതികൂലങ്ങളും ഒരുപക്ഷെ പ്രലോഭനങ്ങളായി നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വരുവാനിടയുണ്ട്. എന്നാൽ ദൈവത്തിന് സമർപ്പിക്കുന്നവരായി ജീവിപ്പാൻ നാം മുൻഗണന കൊടുക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായി, ദൈവവചനത്തിന് പൂർണ്ണമായ വിധേയത്വം കൽപ്പിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരായി ജീവിക്കുവാൻ ശ്രമിക്കുക. കാരണം 2 തീമോഥെയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, എല്ലാ തിരുവെഴുത്തും ദൈവിക നിശ്വാസ്യമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകുക. അപ്പോൾ നമ്മളുടെ ലേബൽ അല്ലെങ്കിൽ നമ്മളുടെ മേലെഴുത്ത് ദൈവത്തിൻ്റെ മനുഷ്യൻ എന്നാണ്. ആയതിനാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി ജീവിക്കുന്ന ഏതൊരു വ്യക്തിയോടുമുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകുക. അല്ലെങ്കിൽ ഒരു കുറവും നമ്മളെ ലോകം വിധിക്കുവാൻ ഇടവരാത്ത നിലവാരത്തിൽ, ഇടവരാത്ത പശ്ചാത്തലത്തിൽ ദൈവമനുഷ്യനായി ജീവിപ്പാൻ തക്കവണ്ണം സകല സൽപ്രവൃത്തിയിലും തികഞ്ഞവരായി തീരേണ്ടതിന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പലപ്പോഴും ഇന്നത്തെ ലോകത്തിൻ്റെ ജീവിതയാത്രയിൽ അനേക സമ്മർദ്ദങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം. അതുമാത്രമല്ല, അതിനേക്കാളെല്ലാം ഉപരിയായി നാം ചിന്തിക്കുമ്പോൾ പകയും വിദ്വേഷവും വൈരാഗ്യവും വർദ്ധിച്ചു വരുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതിലെല്ലാം ഉപരിയായി ആത്മീയരെന്ന് പറയുന്നവരിൽ അല്ലെങ്കിൽ ദൈവഭയം വളരെ കുറഞ്ഞു പോകുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആത്മമനുഷ്യനായി ദൈവഭക്തിയിൽ വിശ്വാസത്തോടും ദൈവകൃപയോടും ഭക്തിയോടും ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനായി തീരേണ്ടിയിരിക്കുന്നു. മൂന്നാമതായി, ടു ബി വില്ലിങ് ടു വെയിറ്റ് ഫോർ ഗോഡ്. ക്ഷമയോടെ ദൈവത്തിനായി കാത്തിരിക്കുക. 27-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. അപ്പോൾ ബി വില്ലിങ് ടു വെയിറ്റ് ഫോർ ഗോഡ്, യഹോവയിൽ പ്രത്യാശിക്കുക. കാര്യവും വ്യവഹാരവും നടത്തുന്ന ദൈവം അത്ഭുതത്തിൻ്റെ പ്രവൃത്തികളെ
വഴികളെ ഒരുക്കിത്തരുന്ന ദൈവം, ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ നമ്മളെ കരുതുകയും സഹായിക്കുകയും ചെയ്യുന്ന ദൈവം. അതെ, ആ യഹോവയിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. പിന്നെയും നാലാമതായി നാം ചിന്തിക്കുമ്പോൾ, ദൈവിക പദ്ധതികൾ പൂർണ്ണമായി നിറവേറേണ്ടതിനായി ക്ഷമയോടെ ദൈവത്തിനായി കാത്തിരിക്കുക. കാരണം ദൈവസന്നിധിയിൽ ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ, എഫെസ്യ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നാം ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി നന്മകളാലും അനുഗ്രഹങ്ങളാലും ദൈവത്തിന് നമ്മളെ നിറയ്ക്കുവാനിടയായിത്തീരും. അപ്പോൾ നാം ദൈവസന്നിധിയിൽ പൂർണ്ണ വിധേയത്വമേൽപ്പിച്ച് ദൈവഭക്തിയോടെ, വിശ്വാസത്തോടെ, പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടവരായി, ദൈവവചനത്തിന് പൂർണ്ണമായ വിധേയത്വം കൊടുക്കുന്നവരായി ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ദൈവത്തിന് വിധേയത്വം കൊടുത്ത് അങ്ങയിൽ മാത്രം വിശ്വസിച്ച്, കർത്താവേ, നാം ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി നന്മകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും എൻ്റെ ദൈവത്തിന് നടത്താൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടെ മുൻപോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഈ വചനം കേൾക്കുന്നവർക്കായി സ്തോത്രം. ദൈവത്തിന് വിധേയപ്പെട്ട് സമർപ്പണമുള്ളവരായി ദൈവഭക്തിയിൽ, വിശ്വാസത്തിൽ, ധൈര്യത്തിൽ മുൻപോട്ട് പോകുവാൻ ആവശ്യമായ എല്ലാ ധൈര്യവും ബലവും നിൻ്റെ ജനത്തിനു വേണ്ടി കർത്താവ് കൽപ്പിക്കണം. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.